ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് പൊട്ടിക്കാം. കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കേണ്ടത് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്തത് ചേർക്കാം. നമ്മൾ കൊച്ചുള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി സ്വല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി മസാലപ്പൊടികളുടെ ടേണാണ്. നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വാടി വന്ന ഉള്ളിയിലോട്ട് ചേർത്തിളക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ 2 തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഈ തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കണേ. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഈ കൊച്ചുള്ളിയുടെയൊക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്ലീനാക്കി വെച്ച ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നമ്മൾ ഫ്രൈ ഒന്നും ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരണം. ഇനി ചെമ്മീൻ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ചെമ്മീനിൽ അത്യാവശ്യമൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് വറ്റി വരണേ. ഇപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാവേ. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ തേങ്ങാപ്പാൽ ഈ ചെമ്മീനിലോട്ടൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കണം. നമ്മളിങ്ങനെ ഈ ചെറിയ ഉള്ളിയും തേങ്ങാപ്പാലും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ചെമ്മീൻ റോസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ റബ്ബർ പോലെയല്ലേ ഇരിക്കുക. ഇത് നല്ല സോഫ്റ്റാണ്. ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കൊച്ചുള്ളി ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ? കൊച്ചുള്ളിയെല്ലാം ഇതിൽ അലിഞ്ഞ് ചേർന്ന് നല്ല ടേസ്റ്റി ഗ്രേവി ആയിട്ട് കിട്ടും. എല്ലാവരും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്